അതുപോലെ നിലാവിൻ്റെ കനമുള്ള ഒരു വസ്ത്രം എടുത്തിട്ട് ഗംഗാദേവി ബ്രഹ്മാവിൻ്റെ സഭയിൽ വന്നു. അത് ആരും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റടിച്ചിട്ട് ഈ വസ്ത്രം പറന്നുപോയി. സ്വതേ നിലാവിൻ്റെ കനമുള്ള വസ്ത്രമാണ്. തുണിയില്ലാത്ത ഗംഗാദേവിയെ ദേവന്മാരാരും നോക്കിയില്ല. പക്ഷേ ഈ മഹാഭിഷ ഉണ്ടല്ലോ, തുണിയില്ലാത്ത ഗംഗാദേവി ഇങ്ങനെ നോക്കി നിന്നു. ആകെ കേശാദിപാദം ഒന്ന് നോക്കി, പിന്നെ പാദാദികേശം ഒന്ന് നോക്കി. കേശാദിപാദം എന്ന് പറഞ്ഞാൽ തല മുതൽ മുടി കാല് വരെ, അടി വരെ, മുടി നഖാന്തം, നഖമുടിയാന്തം ഇങ്ങനെ ആഹാ ഇത് ബ്രഹ്മാവ് കണ്ടു. അത് ശരി, ബാക്കി ദേവന്മാർക്കൊക്കെ നാണുണ്ട്, എനിക്ക് നാണല്ല അല്ലേ? നീയെ ഈ ബ്രഹ്മസഭയിൽ വെച്ച് നഗ്നയായ ഗംഗാദേവിയെ ലജ്ജയില്ലാതെ നോക്കിയതിനാൽ, ആ നഗ്നത നോക്കിയതിനാൽ നീ മനുഷ്യനായിട്ട് ജനിക്കും. മാത്രമല്ല, നീ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ നീ എതിര് പറയുന്നത് വരെ ഈ ഗംഗാദേവി നിൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന ഒരു ശാപം കൊടുത്തു.